നമസ്കാരം, മനേഷ് കുമാർ തൃപ്പോണത്ത് റെമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിൽ കോൾ ഔട്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ഡാറ്റാസാണ്. ആളുകൾ പ്രോഫിറ്റ് എടുത്തത്, ഞാൻ കൊടുത്തിരിക്കുന്ന വ്യൂസ് വീഡിയോസൊക്കെ അതിലാണ്. അപ്പോൾ മൊത്തത്തിലൊരു ഐഡിയ കിട്ടും ഈ ഒരു ചാർട്ടിനെ കുറിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടെലഗ്രാം ചാനൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, അതിൽ നിൽക്കാം, ഇല്ലെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാം, എങ്ങനെ വേണമെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിഫ്റ്റിയിൽ നിന്നുള്ളതല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് എൻട്രി എക്സിറ്റും കൺസോൾട്ടേഷൻ സോണും ഒരു റൈഡിങ്ങും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. മേജറായിട്ട് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അപ്പോൾ നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ്ങിൽ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർക്കൊക്കെ ലൈവ് സെക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ലൈവ് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറേ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നിഫ്റ്റിയുടെ ലൈവ് കാണുമ്പോൾ നിങ്ങൾ ഈ ലൈവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓരോരുത്തരുടെയും മനോധർമ്മം, മനോധൈര്യം എന്നൊക്കെ പറയും. അപ്പോൾ ഒരിക്കലും ഞാൻ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്ന ആളല്ല. ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈവ് ട്രേഡിൽ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കുക, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് കുറയ്ക്കുക, മറ്റുള്ളവരെ ചെയ്യുക, ഈ പറഞ്ഞ പോലെ ലോസ് വന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ. ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്. അതാണ് ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത്. വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരാളില്ല, അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ആളില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ ലൈവ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞ ഒരു വർഷമായി ഒരു വർഷമായി ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവരാരാണെങ്കിലും എന്താണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. മെസ്സേജ് അയച്ചാലും ഞാൻ നേരിട്ട് വിളിക്കാനേ പറയത്തുള്ളൂ. നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ലൈവിലേക്കാണെങ്കിലും ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാനായിട്ടാണെങ്കിലുള്ള എൻട്രി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് പോകാം. 9:15 ആകുമ്പോൾ. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് വ്യൂ ചെയ്തിട്ടില്ല. അത് ഇടയ്ക്ക് വെച്ച് പനിയൊക്കെ വന്നപ്പോൾ ഒന്ന് ബ്രേക്കായി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച അങ്ങ് പോട്ടെ, തിങ്കളാഴ്ച തൊട്ടുള്ള വ്യൂ നല്ല രീതിയിൽ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് പതിവ് പോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. എനിവേ നമുക്ക് ലൈവിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്ട്രൈക്ക് അങ്ങ് സെലക്ട് ചെയ്ത് വെക്കാം. 41 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണേ. ഇപ്പോൾ 24,000 സി തന്നെ നോക്കിയാൽ മതി. 15 മിനിറ്റ് പിയിലാണെങ്കിലും അതൊക്കെ പുതിയ കോൺട്രാക്റ്റ് ആണല്ലോ. സോറി, 24,050, 24,100 നോക്കാം. $24,100 പി, 24,000 സി. ഇപ്പോൾ 24,000 സി, $24,100 പി. അപ്പോൾ സിയിൽ ഇന്നലത്തെ ഈ ഒരു മൂവാണ് നമുക്ക് കിട്ടിയത്. ഈ സ്ട്രൈക്ക് ആയിരുന്നെങ്കിൽ 142 പോലെ 198 വരെ പോയുള്ളൂ. അത് ഇതിനെക്കാട്ടും കൂടുതൽ മൂവ്മെൻറ്റ് എക്സ്പയറി ഡേയിലെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ സ്ട്രൈക്ക് നമ്മൾ പക്ക ഇന്നലെ ഈ ഭാഗത്തുനിന്ന് കിട്ടിയ സ്ട്രൈക്കാണ്. ഈ ഒരു ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് സാധനം. അപ്പോൾ അത് 42 പോയിൻ്റ് ചെറിയൊരു അപ്പ് വരാനുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഈ ഒരു ടിപ്പിലേക്കായിരിക്കും അപ്പ് വരുന്നത്. അപ്പോൾ 187, 220,
വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വലിയ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നോക്കാമല്ലോ. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ഓൾറെഡി ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നല്ല കൺസോളേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം സിയും പുതിയ കോൺട്രാക്റ്റ് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് വിട്ടുകൊടുക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. കണ്ടോ, ഇനി ഈ ഒരാഴ്ചത്തെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,000-ലാണ്. ഈ 23,000-നും 25,000-നും ഇടയിലായിരിക്കും. അത് ഇന്നും ചിലപ്പോൾ തിങ്കളാഴ്ചയും തിങ്കൾ നല്ല കൺസോളേഷൻ വരികയാണെങ്കിൽ ഇന്ന് നല്ല രീതിയിലൊരു കൺസോളേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഏരിയ കടന്നങ്ങ് കിട്ടണം. അപ്പോൾ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ 24,500 ആദ്യത്തെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഒരു നല്ല ബ്രേക്കൗട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 24,500-ലേക്ക് മാർക്കറ്റ് പോകും. അതേപോലെ താഴത്തോട്ട് നല്ല ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 23,500-ലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടാണ് 25,000-ലേക്കോ 23,000-ലേക്കോ മാർക്കറ്റ് പോകുന്നത്. ബഡ്ജറ്റൊക്കെ എന്നാണ്, അതിൻ്റെ ഡേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ അനുസരിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം ബഡ്ജറ്റൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ന്യൂസായത് കാരണം പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ വിറ്റിട്ട് മാറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ലോ ഒരു 371 പോയിൻ്റാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും വലുതായതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലെവലിൽ തന്നെ ഇന്നത്തെ കേസ് അങ്ങനെ പോട്ടെ. ഇന്ന് മെജോറിറ്റി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലും വലുതായിട്ടൊന്നും പോകാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിവുണ്ടാവും, ഒരു വടംവലി മത്സരത്തിന് തുല്യമാവാനായിട്ടുള്ള ടെക്നിക്കലി ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മൾ ടെക്നിക്കലുള്ള പ്ലാനുകളാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു വടംവലിക്കുള്ള ചാൻസ് ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മിക്കവാറും മാർക്കറ്റ് 23,951 വൈകുന്നേരം നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഇനിയൊരു ഡൗട്ടുള്ളൂ. സ്റ്റിൽ RSI 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല കുരുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ള റിലാക്സ് ആണ് ഇനി നടക്കാൻ പോണത്. അപ്പോൾ എത്രമാത്രത്തോളം ഹൈ വോൾട്ടേജിൽ പോകുമെന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പം ഞാൻ ആദ്യം മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇപ്പോൾ സിയിലാണെങ്കിൽ ഇത് 5 മിനിറ്റിൻ്റെ ആണ്. 2 മിനിറ്റ് ആക്കണമല്ലോ. 2 മിനിറ്റിൻ്റെയിൽ 15 മിനിറ്റിൽ ഇട്ടൊന്ന് നോക്കാം. ഇനി ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. നമ്മൾ ഈ ലൈൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എഴുതി വെച്ചാൽ വളരെ ഗുണമാണ്. അപ്പോൾ സിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിലുള്ള ഏകദേശ ടാർഗറ്റുകളാണ് ഈ 204.85. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്. അതാണ് അത് ഇത്തിരി സ്ട്രോങ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ. അപ്പോൾ ആ വൈറ്റ് ഡോട്ടിൽ തന്നെയാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ടാലിയായിട്ട് വരുന്നത് കാരണം നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ 15 മിനിറ്റിലും RSI ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സ്ലൈറ്റ്ലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 203 ഫസ്റ്റ് ടാർഗറ്റ്, 221 സെക്കൻഡ് ടാർഗറ്റ്, 237 നമുക്കൊരു തേർഡ് ടാർഗറ്റായിട്ട് വെക്കാം. 180ക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 157-ലേക്കായിരിക്കും ഫാൾ ആവുന്നത്. അപ്പോൾ അതാണ് 15 മിനിറ്റ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് സിയിൽ, അതായത് 180 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ 180ക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആയാൽ മാത്രമാണ് എന്താവുള്ളൂ, മാർക്കറ്റ് ഡൗണിലേക്ക് പോകുള്ളൂ. അപ്പോൾ താഴത്തോട്ടൊരു ഡൗൺ വന്നെന്നും പറഞ്ഞ് അത് 174 താഴെ ക്ലോസ് ആവണം. 180യുടെ താഴത്തോട്ട് വന്നെന്നും പറഞ്ഞ് ചിലപ്പോൾ തിരിച്ച് മുകളിലോട്ട് കയറിപ്പോവാം. അത് 174 വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോവാം. അപ്പോൾ 174-ന് കൂടെ താഴത്ത് വന്നാലേ ഒരു ഡൗൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് സിയിലേക്കുള്ള നമുക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിയിലേക്കുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 15 മിനിറ്റിലൊന്ന് നോക്കണം. ഡൗൺ സൈഡിലേക്കാണ് സ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് റിവേഴ്സ് ആവുന്നോ, എവിടെ നിന്ന് റിവേഴ്സ് ആയാലും ഫസ്റ്റ് ടാർഗറ്റ് 195 232-ലേക്ക് മാർക്കറ്റ് പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ സമയമാവുന്നു, 2 മിനിറ്റിലേക്ക് മാറ്റാം.
ഓപ്പണായി. നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾറെഡി ഗ്യാപ്പ് അപ്പിൽ ഓപ്പണിൽ ചെന്ന് ഹിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഇത്തിരി മിച്ചം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു സമാധാനം. $217, $226, $230, $233, $237, $236.90. നമ്മൾ 237 ഏകദേശമാണ് വെച്ചത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോണത് 251 അപ്പോൾ 9:16 ആയപ്പോഴത്തേക്കും എൻ്റെ പരിപാടി ഏറെക്കുറെയൊക്കെ ചെറുത് ഓക്കെയാണ്. ഇനി 237 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 251 ഇട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ആ മൂന്നാമത്തെ ടാർഗറ്റ് ആദ്യം ഒരു വിക്ക് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് പതുക്കെ 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 മൂവപ്പ് ആവുകയാണ് നടന്നേക്കണം. കാരണം ഇവിടെ RSI ഇതുവരെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ടാർഗറ്റുകൾ പറഞ്ഞത്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ 251. അപ്പോൾ കയറ്റി ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈവൻ 9:16 ആയപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ആഴ്ച കംപ്ലീറ്റ് 9:15 ട്രേഡ് എടുത്ത ആളുകളാണ്. 9:15 എൻട്രി പ്ലാൻ ചെയ്ത് ട്രേഡ് എടുത്തിട്ട് സക്സസ് ആയതാണ്. അപ്പോൾ ഇത് ഒന്ന് മുകളിലോട്ട് പോയി തിരിച്ച് താഴത്തോട്ട് വന്നു, നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഇനി ആവറേജിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒരെണ്ണം അവിടെ കിടക്കട്ടെ. കാരണം ഇത് കുറച്ചും കൂടെ താഴത്തോട്ട് വന്നേക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ഇതിൽ പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് പിന്നെ അടുത്ത പരിപാടി ഇവിടെ നോട്ട് വിട്ടിരിക്കുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിനി ആവറേജ് ചെയ്യുന്നത് നന്നായിട്ട് ഡമ്പിലേക്ക് പോയാൽ മാത്രം ആവറേജ് ചെയ്യുള്ളൂ. ഒരു 100 പോയാൽ മാത്രമാണ് ഇതിലിനി ആവറേജിങ് ചെയ്യത്തുള്ളൂ. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 205 212 നിന്നാണ് ഒരു എൻട്രി പോസിബിളായിട്ട് കിട്ടിയത്. 212 നിന്ന് അത് ഈസി ആയിട്ട് മറ്റേതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പും കൂടെ ഇനി പോവുകയാണെങ്കിൽ 240 ബ്രേക്ക് ചെയ്താൽ ഒരു മൂവ് 250 ഇട്ട് കിട്ടും. അപ്പോൾ ഇത് 212 നിന്ന് 237 വരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡ്. ഇനിയിപ്പോൾ ഈ താഴത്തെ SMA ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ തിരിച്ച് ടച്ച് ചെയ്യാനായിട്ട് വരണം. അപ്പോൾ രാവിലത്തെ സേഫ് പരിപാടി ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് ട്രേഡ് 9:16. ഇനി 240 ബ്രേക്ക് ചെയ്താൽ 250 മൂവിനും കൂടെ ഒരു ചാൻസ് ഉണ്ട്, ഒരു വിക്കിനുള്ള ചാൻസ് ഉണ്ട്. 240 ബ്രേക്ക് ചെയ്താൽ മാത്രം. അപ്പോൾ ആ 240 എടുത്തിരിക്കണം. ഇപ്പോൾ ഈ ലോസ് പോയാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് 2 ലോട്ട് എടുത്താലും അല്ലെങ്കിൽ 3 ലോട്ടോ 5 ലോട്ട് എടുത്താലും അപ്പുറത്തെ ഒരു ലോട്ടിൻ്റെ ലോസ് പോണത് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കിട്ടുകയും ചെയ്യും. നിലവിലുള്ള ലോസ് ഇപ്പുറത്ത് റിക്കവർ ചെയ്യുകയും ചെയ്യാം. അത് പിന്നീട് വേണമെങ്കിൽ താഴത്തുനിന്ന് ആവറേജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഡൺ. ഫസ്റ്റ് ട്രേഡ് ഡൺ. 112 അല്ല 212. ഇതതിൻ്റെ വഴിക്കൊക്കെ നടക്കട്ടെ.
245 മിച്ചം ഇട്ടിട്ടാണ് വന്നിരിക്കണേ. അതിനർത്ഥം എങ്ങനെ താഴത്തോട്ട് പോയാലും തിരിച്ചൊക്കെ അങ്ങോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് അത് നിൽക്കുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിട്ടത്. ഇനി എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് എവിടം വരെ വരണം? 192 വരെ വരണം, 40 പോയിൻ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു 158 അതൊരു 100ലേക്ക് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 175 അല്ലെങ്കിൽ 187 അല്ലെങ്കിൽ 192 അല്ലെങ്കിൽ 203 ഒക്കെ നമുക്ക് ഇറങ്ങാം. അതുവരെ നമുക്ക് വീഡിയോ പോസ് ചെയ്യാം. ഇവിടെ ഈ 245 മിച്ചം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ടൊരു ആകർഷണം വരുന്നത്. നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല, കാരണം ഇതിൽ ടെൻഷനില്ല. കാരണം ഇത് താഴത്തോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം, എങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ലോസ് താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഇനിയൊരു ലോ വന്നാൽ 143ലേക്ക് 10 പോയിൻ്റ് ഇവിടെ ലോ ആവുമ്പോൾ ആ 10 പോയിൻ്റ് ഇപ്പുറത്ത് പിടിക്കാം, ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. 245ലേക്ക് മുട്ടുമ്പോൾ ഈസി ആയിട്ട് പിടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു റീകർവ് അവിടെ വരുന്നുണ്ട് സിയിൽ. ഇപ്പുറത്ത് പോയാൽ അപ്പുറത്ത് നമ്മൾ പിടിക്കുക, അത്രേ ഉള്ളൂ. 245 മിച്ചം ഇട്ടേക്കണ കാരണമാണ് അവിടെ തിരിച്ചങ്ങോട്ടൊരു വലിവ് വരുന്നത്. ആ വലിവ് ചിലപ്പോൾ ഒരൊറ്റടിക്ക് ഇപ്പോൾ ആ പിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്ന് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 143ലേക്ക് വരും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 143 വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകണം. ഏതാ 240.34 ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ അതൊരൊറ്റടി പൊക്കത്തേക്ക് അടിക്കുമ്പോൾ അത് 251 വരെ പോകും. 242 മുതൽ ഇപ്പോൾ 242 എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് 245ലേക്ക് പോകുമ്പോൾ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞേക്കണതാണ് കൺസോൾട്ടേഷൻ ആയിരിക്കും. കൺസോൾട്ടേഷൻ പറയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. വളരെ സ്ട്രോങ്ലി കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിയിൽ ഇത്തിരി കൂടെ മുട്ടാനുണ്ട് കേട്ടോ. സിയിൽ ഇത്തിരിയും കൂടെ മുട്ടാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അതിനർത്ഥം സിയിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. 240.43 ബ്രേക്ക് ചെയ്ത് പോകണം. അത് ഒറ്റടിക്ക് പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് ഇപ്പോൾ താഴത്തോട്ട് വന്നിട്ടൊക്കെ തിരിച്ചു പോവാം. അങ്ങനെ കലാപരിപാടികളൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. ഞാൻ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ള എൻട്രിയാണ് ഇവിടം വരെ എടുത്തു, മതിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം എടുത്തിട്ടിട്ടുണ്ട്. അത് എനിക്ക് ഈ മഞ്ഞ ലൈൻ മുട്ടണം, അത്രേ ഉള്ളൂ. അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ആവറേജ് ചെയ്യാനുള്ള സ്ഥലം 143 ഒന്നെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് വരുമ്പോഴേ ആവറേജ് ചെയ്യത്തുള്ളൂ. എന്തായാലും കൺസോൾട്ടേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലക്ച്വേഷൻ എന്തായാലും ഉണ്ടാവും. ഈ മോർണിംഗ് ട്രേഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാർഗറ്റിലേക്കൊക്കെ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. അതായത് ഇൻട്രാഡേ ആളുകൾ രാവിലെ എടുക്കുന്നുണ്ട്, അതേപോലെ ഇന്നലെ എടുത്തവർ ഓപ്പോസിറ്റ് എടുക്കും. അങ്ങനെ പല പല പരിപാടികൾ നടക്കുന്ന സമയമാണ് ഒരു 9 തൊട്ട് 10:15 വരെ. അപ്പം അതിനു മുമ്പ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കൂടുതലായിരിക്കും. ആ വോളിയത്തിൽ നമുക്ക് സിമ്പിളായിട്ടൊരു 10 പോയിൻ്റൊക്കെ നമുക്കെടുത്ത് മാറാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
240 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു വിക്ക് 251 വരത്തുള്ളൂ. 240 മാത്രം പോരാ, 242.5 കൂടെ ബ്രേക്ക് ചെയ്യണം. ചിലപ്പോൾ ഒരു ഫേക്ക്, അതായത് 240 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ 242 ഒരു ഫേക്ക് അപ്പ് ഉണ്ടായാൽ ചിലപ്പോൾ അതേപോലെ തന്നെ റിവേഴ്സ് പോരാ. അപ്പോൾ ആ 240 കൂടെ ബ്രേക്ക് 42.85 കൂടെ ബ്രേക്ക് ചെയ്താലാണ് അത് പിന്നെ എങ്ങോട്ട് പോകത്തുള്ളൂ, 252 ഇട്ട് പോകത്തുള്ളൂ. അത് ഈ രണ്ട് ചാർട്ടും വെച്ചിട്ട് ടാലി ചെയ്യണം. അപ്പോൾ ഇവിടെ ഡൗണിലേക്ക് വന്നാൽ 142 വരെ വരണം. ആ 250 അവിടെ മിച്ചം ഇട്ടിരിക്കുന്ന കാരണമാണ് അവിടെ ആ ഒരു വലിവ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര കൺഫേം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൺഫേം കിട്ടണമെന്നുണ്ടെങ്കിൽ 242 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിന് നമുക്കൊരു കൺഫേം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടെ താഴത്തെ നിന്ന് കിട്ടിയേക്കാം എന്നുള്ള തോന്നൽ ചിലപ്പോൾ വരാം. അങ്ങനത്തെ തോന്നലാണ് നാശമാണ്. നമുക്കൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ RSI അപ്പർ സൈഡിലേക്ക് 50യിലാണ് നിൽക്കുന്നത്. 50 ഒന്ന് കടന്നങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. ഒരു പരിധി കൂടുതലൊന്നും നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉടനെ ഉണ്ടാവും. $34. നമുക്ക് 10 മണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ മതി. എൻ്റെ ലക്ഷ്യം ഈ മഞ്ഞ വര മുട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ എത്ര താഴത്തോട്ട് പോയാലും ശരി, എവിടെയൊക്കെ താഴത്തോട്ട് പോയാലും ശരി, കറങ്ങിത്തിരിഞ്ഞ് വരണമല്ലോ. വൺ സൈഡ് മാർക്കറ്റ് എവിടെ ഇല്ലല്ലോ. ഒരു ഹെവി വോളിയത്തോട് കൂടിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹൈ വോളിയം ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്നെ ചിലപ്പോൾ 171 മുട്ടിയേക്കാം, 10-11 പോയിന്റ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. സിംഗിൾ ക്യാൻഡിൽ തന്നെ പരിപാടി തീർത്ത് പോകാം. എന്നുവെച്ചാൽ ഹെവി വോളിയം ക്യാൻഡിൽ വരാനുള്ള ആ ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രേക്ക് ഔട്ട് ആവുകയെന്ന് വെച്ചാൽ സിയിൽ 225 ആദ്യം ഒന്ന് സപ്പോർട്ട് എടുത്ത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തിരിച്ചൊരു വലിവ് വന്നത്. 225 സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് സിയിൽ അവിടെ നിന്നൊരു വലിവ് വന്നത്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ബ്രേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ എൻട്രി എടുത്തു കഴിയുമ്പോൾ ഒന്ന് പച്ച കാണിച്ചിട്ട് തിരിച്ച് മൈനസിലേക്ക് പോകുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്രീൻ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് ഇവിടം വരെ വന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് 161 പോയിട്ട് റെഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവേ ഉള്ളൂ. 225 സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അത് അവിടെ ചെറുതായിട്ട് പിന്നെ ഒന്ന് പിൻവാങ്ങിയത്. രണ്ടാമതാണ് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഔട്ടായി താഴത്തോട്ട് പോയേക്കാം. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി പേടിച്ച് ഓപ്പോസിറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഇനി കിട്ടണമെങ്കിൽ 242 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സേഫായിട്ടുള്ള ഒരു 42 തൊട്ട് 52 വരെയുള്ള 10 പോയിൻ്റ് ഉള്ളൂ. അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇവിടെ രാവിലെ തൊട്ട് മിച്ചം ഇട്ടിട്ട് പോയിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ മിച്ചം ഇട്ടിട്ട് പോയേക്കണം. അപ്പോൾ അത് മാർക്കറ്റ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് വന്നാൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. ആ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ 10 പോയിൻ്റ് ഇവിടെ ടാലി ആയിക്കോളും. അപ്പോൾ താഴത്തുനിന്ന് പിന്നെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ്റ്റിലേക്ക് വരുമ്പോൾ എക്സിറ്റ് ആയാലും ഇവിടുത്തെ പ്രോഫിറ്റ് നമുക്ക് ലാഭമാണ്. ഈ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ അതേ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. രണ്ട് സൈഡിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം.
ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സിയിൽ 225 സപ്പോർട്ട് എടുത്തിട്ട് 240 പോയി. 240 ബ്രേക്ക് ചെയ്തിട്ട് കാര്യമില്ല, 242 കൂടെ ബ്രേക്ക് ചെയ്താൽ ആ മൂവ്മെൻറ്റ് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ് സൈഡിൽ പിയുടെ ചാർട്ടിൽ 150 ആദ്യത്തെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാലാണ് 142 മാർക്കറ്റ് പോരുകയും ഇപ്പുറത്ത് 250 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. 245, 247, 47 വരെ പോയുള്ളൂ. 250 ഇത്രയും പോയാൽ പോരായിരുന്നു. 215 ബ്രേക്ക് 252 ബ്രേക്ക് ചെയ്ത് പോകേണ്ടതായിരുന്നു. ചൂടെ പോകേണ്ടതായിരുന്നു. കാരണം മറ്റേത് 142 ഫാളാവുമ്പോൾ മറ്റേ കുറച്ചും കൂടെ കയറി പോകേണ്ടതാണ് ശരിക്കും. ടു 55, 257, 256. നമ്മൾ പറഞ്ഞത് ഹൈ വോളിയം ക്യാൻഡിലാണ്. ഞാൻ പിയിലേക്കാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ സിയിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ സിയിൽ ഓപ്പർച്യൂണിറ്റി കയറ്റി എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പോയിൻറ്റും കൂടെ താഴത്തേക്ക് വരേണ്ടതാണ്. എനിവേ അത് കുഴപ്പമില്ല. പൊട്ടിക്കൂടെ താഴത്തേക്ക് ഇറങ്ങേണ്ടതായിരുന്നു. സി ഒരു പൊടിക്കൂടെ കയറേണ്ടതായിരുന്നു. അപ്പം അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ഹൈ വോളിയം ക്യാൻഡിൽ എന്തായാലും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് സിയിലേക്കാണോ പിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്. കാരണം സിയിൽ 250 മിച്ചം ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു ഭാഗത്തേക്ക് ഹിറ്റ് ചെയ്യാനുണ്ടെന്ന് സ്പേസ് ഇട്ടിട്ടുള്ള കാര്യവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 327 ഇപ്പുറത്ത് ലോസ് ആയാലും ഞാൻ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. സിയിലേക്ക് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഇവിടെ ഒരു ലോട്ടാണെങ്കിൽ അപ്പുറത്ത് നമുക്ക് 3 ലോട്ട് ഇട്ട് എടുക്കാം. ഈ ലോസും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എത്രയായി, 142 ടച്ച് ചെയ്തു. 142 ടച്ച് ചെയ്യിപ്പോൾ അത് 265 ടച്ച് ചെയ്തു. ആ 265 കുറച്ച് താഴത്ത് ട്രെയിൽ ചെയ്ത് വെക്കാം. 268, ഒരു 250 ട്രെയിൽ ചെയ്ത് വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. ഒരു 250 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ കിടക്കട്ടെ. അത് 260 55 ട്രെയിൽ ചെയ്ത് വെക്കാം. ഇപ്പോൾ 1 ക്ലിക്കിൽ ഇവിടെ 2 അടുത്ത ഒരു മൂവ്മെൻറ്റും കൂടെ നോക്കണം. ഇപ്പം നമ്മുടെ എൻട്രി പ്രൈസ് 185, 158 പിയുടെ എൻട്രി. അത് നേരെ എന്ത് ചെയ്ത് നമ്മൾ ആവറേജ് ചെയ്ത് 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തപ്പോൾ 158 നിന്നിരുന്ന ആ ഒരു എൻട്രി 142 വന്നിട്ടുണ്ട്. പൊക്കണമെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ട്രെയിൽ ചെയ്തിട്ടിരിക്കുന്ന കാരണം വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ലോസ് പോകുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടാലി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിനി 100 പോയാൽ വീണ്ടും ആവറേജ് ചെയ്യും. അതനുസരിച്ചിട്ട് ഇത് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ 270 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. $270 ട്രെയിൽ ചെയ്തിടാം, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. $281, 270 ഇട്ടാൽ മതി, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ.
ഒരു പിൻബാർ പോലെയാണ്. ഇവിടെ നിൽക്കട്ടെ, ഒരു പിൻബാറാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരുന്നു അതിൻ്റെ എൻട്രി പ്ലാൻ ചെയ്തത്? എന്താ കാണിക്കണേ? 242 മുതൽ ഇനി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 280 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്. 280 ബ്രേക്ക് ചെയ്താൽ 302ലേക്കുള്ള അടുത്ത മൂവ്മെൻ്റ് ആയിരിക്കും ഇനി ഉണ്ടാകുന്നത്. അതുവരെ മാർക്കറ്റ് അങ്ങനെ നിൽക്കട്ടെ. 10:15 കഴിഞ്ഞിട്ട് 9:45 ആയിട്ടുള്ളൂ. ഇനി 10:15 10:30 കഴിഞ്ഞാലേ അടുത്ത ആവറേജിങ് സ്പേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ ഒരു സിംഗിൾ ക്യാൻഡിലെ മൂവാണ് ഇപ്പോൾ എടുത്തത്. ശരിക്കും നമ്മൾ അപ്പുറത്തെടുത്തിട്ടിരിക്കുന്ന പി ഇ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കളയാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ആവറേജ് ചെയ്യാതിരുന്നാലും അവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇവിടുത്തെ പ്രോഫിറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു, ഇത് ഇപ്പുറത്തത് ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഒരു ലോട്ട് എടുത്തിട്ട് കാര്യമില്ല, 3 ലോട്ടൊക്കെ എടുത്താലാണ് അപ്പുറത്തെ ലോസും റിക്കവർ ചെയ്ത് ഇപ്പുറത്ത് പ്രോഫിറ്റിലാവാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചേച്ചാണ്. ഓരോ സമയത്ത് ഓരോ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇപ്പം മെജോറിറ്റി ആളുകൾ ചെയ്യുന്നത് സി എടുത്തു വെക്കും, വൈകിട്ട് വരെ സിയും വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് പൂർണ്ണ ബോധ്യം പി തന്നെയായിരുന്നു. പി എ മഞ്ഞ ലൈനിലേക്ക് മുട്ടാൻ വേണ്ടി തന്നെയാണ് അത് എടുത്തു വെച്ചത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിയിലെ പ്രോഫിറ്റ് എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും, നമ്മുടെ അക്കൗണ്ടും വാഷ് ഔട്ടാവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഒരു പ്ലാൻ ചെയ്യണം. അവിടെ ബ്രേക്ക് ഔട്ടായാൽ ഇന്ന ഏരിയ വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ട്രെയിൽ ചെയ്ത് ഇപ്പുറത്തെ ലോസ് റിക്കവർ ചെയ്യാനുള്ള പരിപാടി നമ്മൾ അപ്പുറത്ത് ചെയ്തിട്ട് ഇപ്പുറത്ത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പി ഇ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അപ്പോഴത്തെ ബ്രേക്ക് ഔട്ട് മുഴുവൻ എടുക്കണം. എന്തായാലും ഒറ്റയടിക്കൊന്നും പോകില്ലല്ലോ, കുറച്ചൊന്ന് ഇറങ്ങണമല്ലോ. മാർക്കറ്റ് എന്തായാലും കൺസോൾട്ടേഷൻ ആണെന്ന്. ഇനി ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,198 പോകത്തുള്ളൂ. 171 ബ്രേക്ക് ചെയ്താൽ കൂടി വന്നാൽ 20 പോയിൻറ്റും കൂടെ മാർക്കറ്റ് പൊക്കത്തേക്ക് പോയേക്കാം. അതിനുശേഷം 10:30 ശേഷമായിരിക്കും പിന്നെ അടുത്തൊരു മൂവ്മെൻറ്റിനായിട്ടുള്ള ചാൻസസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 15 മിനിറ്റ്സിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഒരു കുറച്ചും കൂടെ കിടപ്പുണ്ട്. ഒരു 21,500 24,200 കിടപ്പുണ്ട്. അവിടെ മുട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഇനി ഡൗട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകും. ഒരു കൺസോൾട്ടേഷൻ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിലും RSI സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു 45 ഡിഗ്രി ചരിവ് വന്നിട്ട് താഴത്തോട്ടായാലേ എന്തായാലും കുറച്ചൊക്കെ പിയിലേക്ക് വരാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ധൈര്യത്തിലാണ് മറ്റേത് ഞാൻ ആവറേജ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനിയും താഴത്ത് പോയിട്ട് ആവറേജ് ചെയ്യും. ഒരു 4 ലോട്ടും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ആവറേജ് ചെയ്യണം. അതൊരു 100 ലെവലിലേക്കൊക്കെ പോയാൽ മാത്രം ആവറേജ് ചെയ്യുള്ളൂ. അതാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴൊക്കെ ഇനി ഒരു ആവറേജിനെ പറ്റി ചിന്തിക്കണുള്ളൂ. ഇപ്പോഴും ആവറേജ് ചെയ്തതാണെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല 883 രൂപ ഇപ്പോഴും 3 ലോട്ടിൽ ആവറേജ് ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഇതൊന്നും നിലവിൽ കാണിക്കുന്നില്ല.
അതായത് 158 നമ്മൾ എൻട്രി എടുത്തത്. മാർക്കറ്റ് ഈ ഒരു ടിപ്പിൽ വന്നപ്പോഴത്തേക്കും 133 നമ്മൾ ആവറേജ് ചെയ്തു. ആ ആവറേജിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 148 നിൽക്കണം. 10 പോയിൻ്റ് താഴത്താണ് ആവറേജിങ്ങിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് 835 കൊടുത്താലും നഷ്ടമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഇത് 835 അല്ലെങ്കിൽ 132 കൊടുത്താലും നഷ്ടമൊന്നും വരാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഇവിടെ 40 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോസൊന്നും ഒരു ലോസല്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തത്. ഈ സാധനം കറങ്ങിത്തിരിഞ്ഞ് വരണ്ടേ, കറങ്ങിത്തിരിഞ്ഞ് എൻട്രി പ്രൈസിലേക്കെങ്കിലും വരണ്ടേ. ഇനിയിപ്പോൾ ഒരു 100 ഭാഗത്തേക്കൊക്കെ വന്നാൽ മാത്രമേ ഞാൻ ആവറേജ് ചെയ്യുള്ളൂ. 100 ഭാഗത്തേക്ക് ആവറേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം എൻട്രി എടുത്തത് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ്. ഇതിപ്പോൾ ഒരു 2000 രൂപ 2500 വരെ പോയാലും വലിയ വിഷയങ്ങളില്ല. നമ്മൾ ആദ്യം എൻട്രി എടുത്തത് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ആവറേജ് ചെയ്തു. ആ ആവറേജ് ചെയ്ത പ്രൈസിൽ നോക്കിയത് ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ക്യാൻഡിൽ 2 റെഡ്. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 ക്യാൻഡിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ആയാൽ എന്ത് ചെയ്യും? അടുത്ത രണ്ട് റെഡ് ക്യാൻഡിൽ ചിലപ്പോൾ താഴത്തോട്ട് വരാം. ഒരു ഫാൻസി നമ്പർ പോലെ ഈ 4 വന്നേക്കണ പോലെ. അപ്പോൾ അങ്ങനെ താഴത്തോട്ട് വന്നാൽ 281 ബ്രേക്ക് ചെയ്താൽ പിന്നെയും നമ്മൾ എടുക്കും, ഒരു 10 പോയിൻ്റ് എടുക്കും. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മുകളിലോട്ട് പോകുന്നു. ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. കാരണം പ്രീവിയസ് ആയിട്ടുള്ളൊരു വിക്കിൻ്റെ ഭാഗത്തേക്ക് ഇടിച്ചിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഇതിൻ്റെ അപ്പർ വിക്ക് ബ്രേക്കൗട്ട് മുകളിലേക്ക് ആയാൽ മേ ബി 142 വരെ 34, 10, 44 മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അത് മേളിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണം. 270 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയും വേണം. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ്. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ചെയ്തിട്ട് പിന്നെ ഡോജിയിലേക്കോ എന്തിലേക്കോ വേണമെങ്കിൽ പൊക്കോട്ടെ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ സെയിം ഇതേപോലത്തെ ഒരു സമയത്ത് 70 ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ അത് ഇവിടെ കറക്റ്റ് ഒരു എൻട്രി 133. ഈ ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എടുത്തിട്ട് ഫോം ആവാം. ഒരു ബ്ലൂ ലൈൻ മേളിലുണ്ട്, നമുക്കതങ്ങ് തിരിച്ചു പിടിക്കാം. ഓക്കെ ഉണ്ടാ ഈ സമയത്ത് വിറ്റാലും എന്നെ സംബന്ധിച്ച് ലാഭമാണ്. അപ്പോൾ നമ്മൾ വെറുതെ പാനിക്കായി നിന്നിട്ട് അവിടെ യാതൊന്നും സംഭവിക്കാനില്ല. അപ്പം ഇത് ഇപ്പം ക്ലോസ് ചെയ്താലും ലാഭമാണ്. പിന്നെ നമ്മൾ ഈ മഞ്ഞവര മുട്ടണ കാര്യത്തിൽ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ മഞ്ഞവര മുട്ടും. ആ മഞ്ഞവര എവിടെ വന്നേക്കണേ? ഞാൻ ആവറേജ് ചെയ്ത പ്രൈസ് അവിടെ ഒരു 146.6 വൈറ്റ് ഡോട്ട്, അവിടെ ഒരു മഞ്ഞ വര, ഇതൊക്കെ ടാലിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ തന്നെയാണ് എൻ്റെ ആവറേജ് പ്രൈസും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുന്ന പ്രൈസും അതേപോലെയുള്ള കാര്യങ്ങളും ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതിപ്പോൾ പൊക്കോട്ടെ, ഈ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ പറ്റിയ അബദ്ധമാണ്. അല്ലെങ്കിൽ ഒരു 300 രൂപക്കൊക്കെ എക്സിറ്റ് ആയാലും വലിയ വിഷയങ്ങളൊന്നും വരാനായിട്ടില്ല. അപ്പോൾ വെറുതെ പാനിക്കായിട്ട് നമ്മളായിട്ട് മാർക്കറ്റിനെ കൊല്ലാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വീണ്ടും ആ സംസാരിച്ചതിൻ്റെ ഇടയിൽ വെറുതെ ലോസിലേക്ക് കളഞ്ഞു. അത് ഈസി ആയിട്ട് ഇവിടെ വന്നപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നങ്ങ് വിചാരിച്ചിരുന്നതാണ്. പോട്ടെ, ഇനി ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ കാണും. അപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ വരണം. ആ വരണയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ഒരു 132 ഇട്ടാലും വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് പോകുന്നില്ല. മാർക്കറ്റ് എന്തായാലും 141 വരെയെങ്കിലും 148 വരെയെങ്കിലും വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ലോസിലേക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളതിനെ നോക്കി കണ്ട് സങ്കടപ്പെട്ട്
ഇരിക്കുന്നതിന് നല്ലത് അതവിടെ കിടന്നോട്ടെ എന്നും പറഞ്ഞ് അപ്പുറത്തെടുക്കണം. അല്ലാതെ ഇപ്പോൾ എൻ്റെ കയ്യിൽ 25,000 രൂപയുണ്ട്, എനിക്ക് ഇന്ന് കോടീശ്വരനാവണമെന്നും പറഞ്ഞിട്ട് 25,000 രൂപയും കൊണ്ടുപോയി ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോസ് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ കിടന്നിട്ട് ടെൻഷൻ അടിക്കണത് കാണുകയും ചെയ്യണം, സിയിലെ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുകയും വേണം. എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 20% മാത്രമേ മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് പാടുള്ളൂ. മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്ത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിത് 148ലേക്കോ അല്ലെങ്കിൽ 146 ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 500 രൂപ റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്ന 140ൽ വെച്ചിട്ട് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി തരാനായിട്ട് ഇത്രയൊക്കെ ലെങ്ത്തുള്ള വീഡിയോ തന്നെ ധാരാളം. ഇത് തന്നെ ആളുകൾ കാണത്തില്ല. എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് സ്ട്രാറ്റജിയും വേണം, സ്കിപ്പ് ചെയ്തേ കാണത്തുള്ളൂ. റെഡൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ സാധനം എങ്ങനെയെങ്കിലും ഒന്ന് 146ലേക്ക് മുട്ടിയ പരിപാടിയും തീർത്ത് നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. മെസ്സേജസ് അയച്ചിട്ട് ഈ ചാർട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം, ഇത് ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റർ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ലോട്ട് സൈസ് എത്രയാണ്, ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ദൈവത്തോർത്ത് അയക്കാതിരിക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 10 മണി, ശരിക്കും 10 മണിക്കും 10:05 ഇടക്കാണ് എൻ്റെ ടാർഗറ്റ് എവിടെയെങ്കിലും പോയെന്ന് ഹിറ്റ് ചെയ്യാറ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 മണിയോടുകൂടി ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ നമ്മുടെ പ്രൈസ് ഇടിച്ച് നിൽക്കാറാണ് പതിവ്. ആ സമയത്താണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാറുള്ളതെന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ഒരു 10:03 ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു 10:05 145 ഇടിച്ച് നിൽക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, 10:04. അപ്പോൾ 10:04-5 10:05 145 എന്നുള്ള സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞു. 145-ലെത്തി. പിന്നെ ഉള്ള കാര്യം അതിൻ്റേതായ വഴിക്ക് കിടക്കട്ടെ. രണ്ടെണ്ണം സെൽ ക്ലോസ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇത് ഡോജി ക്യാനിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മേളിലോട്ട് പറക്കും കേട്ടോ. ഇത് ഡോജി ക്യാനിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ മേളിലോട്ട് പറക്കും. ഇപ്പം എന്ത് ചെയ്തു? അപ്പോൾ അപ്പുറത്ത് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. ഇത് ആവറേജിങ് കറക്റ്റായിട്ട് ചെയ്ത് ഒരു 10-300 രൂപ കയ്യിൽ നിന്ന് പോയതല്ലാതെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ബൈ ചെയ്ത് ഈ ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്താണ്, നമ്മൾ രണ്ടാമത് ബൈ ചെയ്ത് ഇവിടെയാണ്. അത് രണ്ടിൻ്റെയും സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആവറേജിങ് പ്രൈസിൽ കൊടുത്തത്. തട്ടുകേടില്ലാതെ എങ്ങനെ ഒരു ട്രേഡർക്ക് ഇറങ്ങാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലോസ് വരുന്ന ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മൈൻഡൊക്കെ മാറി പോകുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു ആശ്വാസമായിട്ട് ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടോ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാമല്ലോ. കാണിക്കേണ്ടത് എല്ലാവരെയും കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പോഴും മുകളിലോട്ടൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ. അത് പേഴ്സണലി നമുക്ക് അതിൻ്റേതായ രീതിയിൽ പോവാം. വീഡിയോയുടെ ലെങ്ത്ത് 3 മണിക്കൂറൊന്നും ആയിക്കഴിഞ്ഞാൽ ആരും കാണത്തൊന്നുമില്ല. എനിവേ, ഓൾ ദി ബെസ്റ്റ്.